friends, welcome back to my YouTube channel Ria Stand-Up Maths. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ന്യൂ നമ്പേഴ്സിലെ ഫസ്റ്റ് പാർട്ടാണ് ലെങ്ത് ആൻഡ് നമ്പേഴ്സ് എന്നുള്ള ഭാഗത്തിലോട്ട് പോവാം. നമുക്ക് ഓൾറെഡി ലെങ്ത് ആൻഡ് നമ്പേഴ്സ് എന്നുള്ള പാർട്ടിൽ ഒരു സ്ക്വയർ, ഒരു ചെറിയ സ്ക്വയറും പിന്നെ ഒരു വലിയ സ്ക്വയറും വരുന്നുണ്ട്. അതെങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? ആദ്യം ഒരു ചെറിയ സ്ക്വയർ. ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഈ ഡയഗണല്, ഇതിനൊരു ഡയഗണല് വരയ്ക്കാം. ഈ ഡയഗണലിന്റെ ഈ ഒരു അളവ് വെച്ചിട്ടാണ് അത് വലുതാക്കി വരച്ചിട്ട് ഇങ്ങനെ ഏകദേശം ഈ ഒരു രൂപത്തിലാണ് സ്ക്വയർ വരച്ചിട്ടുള്ളത്. അപ്പോ ഇത് 1 ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ അളവ് പറയുന്നത് കേട്ടോ. ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ അളവ് മാത്രമാണ്. ഈ ഇതിന്റെ എല്ലാ സൈഡ്സും 1 ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനൂസ് നമുക്ക് കണ്ടാല് അതിന്റെ ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് കിട്ടും. കാരണം എന്താണ്? ഈ ഒരു ചെറിയ സ്ക്വയറിന്റെ ഇങ്ങനെ ഒരു ഡയഗണല് വരച്ചപ്പോ ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഈ ഒരു ഭാഗം ഞാൻ എടുത്തിവിടെ എഴുതി. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഇങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള സൈഡും കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് ആൾട്ടിറ്റ്യൂഡും ഇത് ഹൈപ്പോട്ടനൂസും ഇത് ബേസും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോ നമുക്കിവിടെ 1 ആണ് ആൾട്ടിറ്റ്യൂഡും ബേസും. നമുക്കറിയാം എന്ത്? h² = a² + b². h² = a² + b². a² എന്താണ്? ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ 1² + 1² = 1 × 1 പിന്നെ അതേപോലെ തന്നെ 1 × 1 അങ്ങനെ 1 + 1 ആയിരിക്കും എന്ന് പറയുന്നത് 2. ഇപ്പൊ ഹൈപ്പോട്ടനൂസിന്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടിയത്, എന്ത്? 2 ആണ്. അപ്പൊ ഹൈപ്പോട്ടനൂസ് എന്തായിരിക്കും? ഇവിടെ ഹൈപ്പോട്ടനൂസിന്റെ സ്ക്വയർ ആണ് 2 എന്ന് പറയുന്നത്. അപ്പോ therefore ഹൈപ്പോട്ടനൂസ് എന്തായിരിക്കും? √2 ആയിരിക്കും. പക്ഷെ നമുക്ക് √2 കണ്ടെത്താൻ പറ്റും? ഇല്ല. കാരണം എന്താണ്? ഈ 2 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ഹൈപ്പോട്ടനൂസ് ഇത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അതങ്ങനെ അതിന്റെ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടനൂസ് എന്താണ്? ഇവിടെ 2 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ എക്സാമ്പിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് 2, ഈ ഒരു സൈഡ് 1. ആ ഹൈപ്പോട്ടനൂസ് എന്തായിരിക്കും? അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും? 2² + 1² = 2 + 1 = 3. Therefore hypotenuse = √3. അപ്പൊ ഇതെന്താണ്? √3. ഇതാണ് ഈ ന്യൂ നമ്പേഴ്സിന്റെ ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനൂസും ബേസും 2, 1. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് a² = h² - b². a² h² എന്ന് പറയുന്നത് 2² - b² എന്ന് പറയുന്നത് എത്രയാണ്? 1² ആണ്. a² എന്തായിരിക്കും? 4 - 1 = 3. ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ് 3. ഓക്കെ, അപ്പോ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 3. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? therefore altitude = √3. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? √3 ആയിരിക്കും ആൻസർ. പേജ് നമ്പർ 47 എടുക്കും. 47ല് ക്ലോസർ ടു 2ന്റെ ആയിട്ട് ആൻസർ നമുക്ക് കണ്ടോ? 1.4² = 1.96, 1.5² = 2.25 അങ്ങനെയൊക്കെ എഴുതുന്നുള്ളൂ. ഒന്നും ഈ 1.42 എന്ന് വരുന്നത് 1.96 ആണ്. പക്ഷെ 2നോട് അടുത്താണ്, പക്ഷെ 2 അല്ല.
ഓക്കെ. അതേപോലെ ഇനി 1.5 സ്ക്വയർ എടുത്താലോ 2.25 ആയി, അത് 2ന്റെ അപ്പുറം കടന്നു. അങ്ങനെ അതേപോലെ തന്നെ 1.41 സ്ക്വയർ എന്ന് വരുമ്പോ 1.9881 എന്ന് വരുന്നുണ്ട്, പക്ഷെ 2 അല്ല. ഇനി 1.42 സ്ക്വയർ എടുത്താലോ 2.0164 എന്നായി, 2ന്റെ അപ്പുറം കടന്നു. അങ്ങനെയാണ് അവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ ലൈക്ക് ദിസ് വി ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാർട്ട് കൊടുക്കുന്നുണ്ട്, അത് നോക്കാം. അതില് ആ 1.41421 സ്ക്വയർ എടുത്താലും എന്താണ് 1.999899 അങ്ങനെയൊക്കെ വരുന്നത്. അതായത് 2നോട് എടുത്തോ ഇല്ല. ഇനി 1.5 സ്ക്വയർ എടുത്താലോ അത് 2ന്റെ അപ്പുറമായി പോയി. അതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ √2ന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ വി റൈറ്റ് ദിസ് ഫാറ്റ് ഇൻ ഷോർട്ട് ലൈക്ക് ദിസ് ഉണ്ട്, പേജ് നമ്പർ 48 √2 ഈസ് ഈക്വൽ ടു 1.41421 എക്സെട്ര എന്നാണ് ഇതിന് കറക്റ്റ് ആൻസർ. √2 ഈസ് ഈക്വൽ ടു 1.41421 എക്സെട്ര. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് we can say that number √2 is 1.4 up to 1 decimal ഫോമിലായിട്ട് എഴുതാണെങ്കിൽ 1.4 എന്നായിട്ട് എഴുതാം. √2നെ നമുക്ക് എന്ത് ചെയ്യാം, 1.4 ആയിട്ട് 1 ഡെസിമൽ ഫോം വരികയാണെങ്കിൽ എഴുതാം. ഇനി √2നെ 2 ഡെസിമൽ ഫോം വരികയാണെങ്കിൽ 1.41 ആയിട്ട് എഴുതാം. ഇതെന്തായാലും കാണാതെ പഠിക്കണം. 1.41 ആയിട്ട് എഴുതാം. 2 ഡെസിമൽ ഫോം കൊടുക്കുകയാണെങ്കിൽ 1 ഡെസിമൽ ഫോം കൊടുക്കുകയാണെങ്കിൽ 1.4 ആയിട്ട് എഴുതാം. ഇതേപോലെ തന്നെ 3ന്റെയും കണ്ടെത്താൻ 3ന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് 1.7, 1.73, 1.732 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിലെ ബേസ്. നമുക്ക് ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മുടെ പേജ് നമ്പർ 48 തന്നെ പറയുന്നുണ്ട് ആ √2 എന്ന് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്, √2 ഈസ് ഈക്വൽ ടു എന്നല്ല, അതൊരു വളഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് എഴുതിയുള്ളത് അല്ലെ. ആ ഈക്വൽ ടു എന്നുള്ളതൊന്ന് വളഞ്ഞിക്കണു അങ്ങനെ എഴുതി. കാരണം എന്താ, ഇതിന് തുല്യമല്ല എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞുകൊണ്ട് ഒരു സംഭവം ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൂടെ നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തുള്ളത് എന്തുകൊണ്ടാണ്, അതൊരു ഈ √2ന്റെ കറക്റ്റ് ആൻസർ അല്ല എന്ന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ 49ലെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and the length of a side of the square. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, അവിടെ ഒരു പിക്ചർ ഉണ്ട്, ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും. അതിലെ എല്ലാം തന്നിട്ടുള്ളത് എന്താണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ അടിയിൽ കൊടുത്തതൊക്കെ റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയയും കണ്ടെത്തണം, പിന്നെ ആ സൈഡ് എല്ലാത്തിനും സൈഡും കണ്ടെത്തണം. ഓക്കെ. അപ്പോ ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്താ മതി, ആദ്യം ഇതിന്റെ എല്ലാം ഹൈപ്പോട്ടന്യൂസ് കാണാം. ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. നമുക്ക് ഇതിന് ഓരോ പേരിട്ടെടുക്കാം. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ലിസ്റ്റിനെ വരച്ചുതരാം. ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം നമുക്ക്. 1, 1 ഈ ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിൾ ആണ് കേട്ടോ. ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. സോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതായിരിക്കും therefore hypotenuse is equal to √2. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ കിട്ടി. എത്രയാണ്, √2 ആണ് ഇവിടെ. ഓക്കെ. ഇവിടെ √2. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ട്രയാങ്കിൾ എടുക്കാം. സെക്കൻഡ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞു. എന്താ, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു അല്ലെ. സെക്കൻഡ് ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരച്ചു കാണിച്ചാൽ ഇവിടെ ഈ ഒരു രീതിയിലാണ് സെക്കൻഡ് ട്രയാങ്കിൾ കിടക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗം √2ഉം ഇത് 1ഉം ആണ് അല്ല. അങ്ങനെ ആവുമ്പോ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഹൈപ്പോട്ടന്യൂസ് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കണ്ടെത്താം. സോ സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു √2 സ്ക്വയർ
പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ടു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ് എന്ന് പറയുന്നത് 4 ആണ്. റൂട്ട് 4 ആണ്. റൂട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? 2 ആണല്ലോ. അപ്പൊ 2 പ്ലസ് 1 സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു 3. Therefore hypotenuse is equal to root 3. അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 3 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് ട്രയാങ്കിളിന്റെ ആണ്. തേർഡ് ട്രയാങ്കിളിന്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത് തേർഡ് ട്രയാങ്കിള്. അതിന്റെ ഈ ഒരു ഭാഗം എത്രയാണ്? റൂട്ട് 3 ആണ്. പിന്നെ ഇത് 1 ആണ് അല്ലെ? അങ്ങനെ ആവുമ്പോ തേർഡ് ട്രയാങ്കിൾ is equal to root 3 square plus 1 square is equal to root 3 എന്ന് പറയുന്നത് root 3 square എന്ന് എന്തായിരിക്കും? root 3 into root 3 is equal to root 9 എന്ന് പറയുന്നത് 3 ആണ്. 3 plus 1 is equal to 4. Therefore hypotenuse is equal to root 4 is equal to root 2. അപ്പൊ തേർഡ് ട്രയാങ്കിളിന്റെയും കിട്ടി. ഇവിടെ എന്താണ്? 2 ആണ്. അപ്പോ ഈ ഒരു സൈഡ് 2. ഓക്കെ, ഇനി ഫോർത്ത് ട്രയാങ്കിൾ നോക്കാം. ഫോർത്ത് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. ഇനി ഫോർത്ത് ട്രയാങ്കിളിന്റെ നമുക്ക് കാണാം. ഫോർത്ത് ട്രയാങ്കിളിന്റെ ഫോർത്ത് ഈസ് ഈക്വൽ ടു റൂട്ട് എന്ന് വരില്ല 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 5. Therefore hypotenuse is equal to root 5. അപ്പോ റൂട്ട് 5 ആണ് ഇവിടെ വരിക. അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റൂട്ട് 5 ആണ്. റൂട്ട് 5 ആണ് ഫോർത്തിന് കിട്ടി. ഇപ്പൊ നമുക്ക് ഈസി ആയില്ലേ? കണ്ടോ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2, സെക്കൻഡ് ട്രയാങ്കിൾ റൂട്ട് 3, ഫോർത്ത് ട്രയാങ്കിളിന്റെ റൂട്ട് 5, റൂട്ട് 3 തേർഡ് ട്രയാങ്കിളിന്റെ റൂട്ട് 2, ദെൻ ഫോർത്ത് ട്രയാങ്കിളിന്റെ റൂട്ട് 5. ഇനി നമുക്ക് ഈസിയാണ് അതിന്റെ സൈഡ് കണ്ടെത്താൻ ഏരിയ കണ്ടെത്താൻ വേണ്ടിട്ട്. ഏരിയ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇപ്പോ ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സ്ക്വയറിന്റെ ABCD എന്ന് കൊടുക്കണം. ABCD. ഇതിന്റെ CD എന്ന ലെങ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 5 റൂട്ട് 5 കിട്ടിക്കഴിഞ്ഞു. 5 മീറ്റർ. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സോ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 is equal to root 25 is equal to 5 സ്ക്വയർ മീറ്റർ എന്നുള്ള ആൻസർ. അപ്പോ ഈ ഒരു സൈഡില് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മീറ്റർ. ഓക്കെ, ഏരിയ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളത്. എന്താണ് ലെങ്ത്? 5 മീറ്റർ. എന്താണ് ഏരിയ എന്നുള്ളതും 5 സ്ക്വയർ മീറ്റർ.